ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു നാടൻ പച്ചക്കായക്കറിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത്. നല്ലൊരു ഒഴിച്ചുകറിയാണ്, ചോറിനൊക്കെ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറി. അപ്പോൾ ഇതിലേക്ക് ഞാൻ പച്ച പൊണ്ണങ്കായാണ് എടുത്തിരിക്കണം. പിന്നെ ഉള്ളി, തക്കാളി, വെളുത്തുള്ളി ഒക്കെ വേണം. ഒരു ചെറിയൊരു ഉരുള പുളി, നാടൻ പുളി ഉണ്ടല്ലോ, വാളൻപുളി, അത് കുറച്ച് വെള്ളത്തിൽ വെച്ചിട്ട് കുതിർത്തിടുന്നുണ്ട്. അത് അവിടെ കുതിരാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വെക്കാം. അതിന് ശേഷം നമുക്ക് ഈ പച്ചക്കായ തോലൊക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചീവി എടുക്കുക വേണ്ടുള്ളൂ. മൊത്തം കായയുടെ തോല് കളഞ്ഞിട്ട് വെളുവിളുകനെ ആക്കണ്ട കേട്ടോ. കുറച്ചൊക്കെ തോലിരുന്നോട്ടെ. നന്നായി കഴുകിയതിന് ശേഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അതിന് ശേഷം ഇതൊരു ക്യൂബ്ഡ് അളവിൽ നമുക്കിത് മുറിച്ചിടുക. മുറിച്ചതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യും പോലെ വെള്ളത്തിൽ ഇട്ട് വെക്കാം. അല്ലെങ്കിൽ കറുത്ത് പോവുമല്ലോ, അതൊക്കെ അറിയാലോ. പച്ചക്കായ നമ്മൾ അങ്ങനെ നുറുക്കി വെച്ചാൽ ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴേക്കും അത് കറുത്ത് പോകും. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇട്ട് ഇത് വയ്ക്കാം. പിന്നെ ഞാനിവിടെ സവാള ഒരെണ്ണം എടുക്കുന്നുണ്ട്, അത് ചോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി ഒരു 4-5 എണ്ണം ചതച്ചിട്ടോ അല്ലെങ്കിൽ കൊത്തിയരിഞ്ഞിട്ടോ അത് എടുക്കുന്നുണ്ട്. ഒരു തക്കാളി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ബാക്കി നമ്മൾ പാനിൽ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ അതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി എല്ലാം ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ നമുക്കൊരു അരപ്പ് ശരിയാക്കാണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെറിയ പിടി ഉണ്ടല്ലോ, 5 വിരലുകൊണ്ട് നമ്മളിങ്ങനെ കൈ മൊത്തമായിട്ട് എടുക്കണ്ട, അങ്ങനെ ഒരു 3 പിടി തേങ്ങയാണ് ചിരവിയത് എടുത്തിരിക്കണം. അതിലേക്കൊരു 1/4 ടീസ്പൂണോളം കുരുമുളക് ഇടുന്നുണ്ട്. പിന്നെ അതിൽ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് പെരിഞ്ജീരകം 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇനി പെരിഞ്ജീരകം അരക്കണയിൽ ഇട്ടില്ലെങ്കിൽ ലാസ്റ്റ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ടാലും മതി. മസാലപ്പൊടികൾ ഇടുമ്പോൾ ഇതിൽ ഞാൻ അരപ്പിലാണ് ചേർത്തിരിക്കുന്നത്. അതിന് ശേഷം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുക്, ഉലുവ ഒരു 1/4 ടീസ്പൂണ്, വറ്റൽ മുളക് എല്ലാം ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവാളി പിന്നെ കറിവേപ്പില, അത് എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമ്മൾ വഴറ്റിയെടുത്താൽ വേഗം വഴന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഒന്ന് വഴന്ന് നല്ലോണം ബ്രൗൺ ആവണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ലൊരു ഒഴിച്ചുകറിയാണ് കേട്ടോ, ഒരു വ്യത്യസ്ത രുചിയാണ് അതിന്. ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കി വെക്കൂ. വെളുത്തുള്ളി ഞാൻ ഇപ്പോഴാണ് ഇട്ടത്, ചതച്ചാണ് ഇട്ടിരിക്കണം, അല്ലെങ്കിൽ കൊത്തിയരിഞ്ഞാലും മതി. നന്നായി ഒന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരണ സമയത്ത് ഇതിലേക്ക് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ കായ, ആ കായയാണ് പിന്നെ ചേർക്കണത്. ഇത് നമുക്ക് ചോറിനെന്ന് മാത്രമല്ല കേട്ടോ, ഇത് ചപ്പാത്തിക്കും പറ്റും. ചപ്പാത്തിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പുളി ചെറിയൊരു അളവിലാണ് ചേർത്തിട്ടുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ തക്കാളി ഇടുന്നുണ്ട്, അപ്പോൾ വല്ലാതെ പുളി ഇഷ്ടമില്ലാത്തവർക്ക് വല്ലാതെ പുളി ചേർക്കണ്ട. ഇനി പുളി ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലൊക്കെ ചേർക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഇതാ പച്ചക്കായ ഇട്ടതിന് ശേഷം നന്നായി ആ ഫ്ലെയിമിൽ ഒന്ന് ഇങ്ങോട്ട് ഉള്ളിയോട് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണോളം നല്ലോണം മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ മുളക് പൊടി 1 ടീസ്പൂണ്, എരിവുള്ള മുളക് പൊടിയാണ്. കുറച്ച് കമ്മിയാക്കിയിട്ട്, എന്താ വെച്ചാൽ പച്ചമുളകും ഇടുന്നുണ്ട്, കുരുമുളകും ഇട്ടിട്ടുണ്ടല്ലോ നമ്മൾ അരപ്പിൽ, അതുകൊണ്ട് 1 ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ടത്. അതിലേക്ക് നമ്മൾ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക. ആ തക്കാളി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് ചവ് വേണ്ടുള്ളൂ. ആ ചൂടിൽ ഒന്ന് ആ മസാലയുടെ ചേർത്തിട്ട് ആ കായും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് കായത്തിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ, ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും ചേർക്കുന്നുണ്ട്. അത് നല്ലൊരു ഫ്ലേവറാണ് എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ. അതിന് ശേഷം ഇതിലേക്ക് വേണ്ട ഉപ്പും ചേർത്തതിന് ശേഷം നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, ആ പുളി വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
പിന്നെ പുളിവെള്ളം ഒഴിച്ചിട്ട് ശേഷം ഇത് നമ്മുടെ കായ വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാൻ. ഇതിലധികം പുളി ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ്, അപ്പോൾ പുളി കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനനുസരിച്ചിട്ടേ കൂട്ടിയിട്ടുള്ളൂ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടിയും ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. വെന്തതിന് ശേഷം വേണം നമുക്ക് അരപ്പ് ചേർക്കാൻ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയേക്കൂ കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ സിമ്പിൾ റെസിപ്പീസാണ് ഞാൻ അധികവും ഇടുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇതിന് ശേഷം ഇത് വെന്ത് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം കേട്ടോ. തേങ്ങയും കുരുമുളകും പെരിഞ്ചീരകവും. അടുത്ത പ്രാവശ്യം കായ കിട്ടുമ്പോൾ ഒന്ന് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയേക്കൂ. ഞാൻ പൊണ്ണൻകായാണ് യൂസ് ചെയ്തിരിക്കണം. ഇവിടെയൊക്കെ പൊണ്ണൻകായ എന്നാട്ടോ പറയുക, നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുക എന്നറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഈ അരപ്പ് ഒഴിച്ചില്ലേ, ഇത് നന്നായി തിള വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കമ്മി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ടു കേട്ടോ. തിള വന്നു കഴിഞ്ഞാൽ മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഞാൻ ഓഫ് ചെയ്യണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. നന്നായി തിളച്ച് കുറുകി വന്ന നമ്മുടെ കറി റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചിട്ട് കമൻറ്റിൽ പറയൂ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.